നമസ്കാരം, ട്രൂവിഷൻ നാദാപുരം ന്യൂസ് ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. Honey Special Cakes. Cakes made with love in each slice. ഹാപ്പി ആകുമ്പോഴാണ് ആഘോഷങ്ങളെല്ലാം സമ്പൂർണ്ണമാകുന്നത്. ചെക്കിയാട് പഞ്ചായത്ത് മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി നിർണയ വിഷയവുമായി ചർച്ചകൾ നടക്കുന്നതിനിടയിലും 9ാം വാർഡിൽ പഞ്ചായത്ത് ലീഗ് സെക്രട്ടറിയുടെ വീട്ടിൽ പ്രവർത്തകരുടെ ഗ്രൂപ്പ് യോഗവും പാർട്ടിക്കെതിരെ വെല്ലുവിളികളും രൂക്ഷം. അസ്സലാമലൈക്കും. ഖാലിദ് ഖാന്റെ വീട്ടിൽ അതിവിപുലമായ യോഗം നടക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഞങ്ങൾ നല്ല പ്രതീക്ഷയിലാണ്. 9ാം വാർഡിലെ മുഴുവൻ ആൾക്കാരും നല്ല പ്രതീക്ഷയിലാണ്. ഇൻഷാ അല്ലാഹ് മിക്കവാറും ഖാലിദ് മാഷി തന്നെ നമ്മുടെ സ്ഥാനാർത്ഥിയായിട്ട് വരും എന്ന പ്രതീക്ഷയാണ്. ചെക്കിയാട് പഞ്ചായത്ത് മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി നിർണയ വിഷയവുമായി ചർച്ചകൾ നടക്കുന്നതിനിടെ 9ാം വാർഡിൽ പഞ്ചായത്ത് ലീഗ് സെക്രട്ടറി പി കെ ഖാലിദ് മാസ്റ്ററുടെ വീട്ടിൽ പ്രവർത്തകരുടെ ഗ്രൂപ്പ് യോഗവും പാർട്ടിക്കെതിരെ വെല്ലുവിളികളും. പാർട്ടിക്കെതിരെ നേതാവിന്റെ വീട്ടിൽ നടന്ന യോഗം തത്സമയം പ്രവർത്തകർ സോഷ്യൽ മീഡിയ വഴി പുറത്തുവിട്ടു. ചെക്കിയാട് പഞ്ചായത്ത് 9ാം വാർഡ് മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി നിർണയ വിഷയവുമായി മണ്ഡലം പഞ്ചായത്ത് നേതാക്കൾ ഉൾപ്പെടെ ചർച്ചകൾ നടക്കുന്നതിനിടെയാണ് ചെക്കിയാട് പഞ്ചായത്ത് ലീഗ് ജോയിന്റ് സെക്രട്ടറി പി കെ ഖാലിദ് മാഷിന്റെ വീട്ടിൽ സ്വന്തം സീറ്റ് ഉറപ്പിക്കുന്നതിനു വേണ്ടി ഗ്രൂപ്പ് യോഗവും പാർട്ടിക്കെതിരെ വെല്ലുവിളികളും നടത്തിയത്. നേതാവിന്റെ സാന്നിധ്യത്തിൽ തന്നെയാണ് 20ഓളം പ്രവർത്തകർ പാർട്ടിയെ മുൾമുനയിൽ നിർത്തിയത്. ഖാലിദ് മാഷ് അല്ലാതെ വേറൊരാളെ പാർട്ടി തീരുമാനിക്കുകയാണെങ്കിൽ ഏത് രീതിയിലുള്ള നീക്കത്തിനും തങ്ങൾ തയ്യാറാണെന്ന താക്കീതോടെയാണ് വീഡിയോ അവസാനിക്കുന്നത്. നേതാവ് തന്നെ സ്വന്തം ഫോണിൽ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതും ദൃശ്യത്തിൽ കാണാം. ഈ ഒരു വീഡിയോ സോഷ്യൽ മീഡിയ വഴിയും പാർട്ടി ഗ്രൂപ്പുകൾ വഴിയും പ്രചരിപ്പിച്ചത് തനിക്ക് അനുകൂലമായ നിലപാടെടുപ്പിക്കാമെന്നാണ് കണക്ക് കൂട്ടിയത്. പക്ഷേ പാർട്ടിയുടെ തീരുമാനത്തിനെ അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പരസ്യമായി പറഞ്ഞ സ്ഥിതിക്ക് പാർട്ടി സ്ഥാനം കൊടുക്കുമോ, അതല്ലെങ്കിൽ പാർട്ടി നേതൃത്വം ഈ വെല്ലുവിളിക്ക് വഴങ്ങേണ്ടി വരുമോ? തീരുമാനം കാത്തിരിക്കുകയാണ് നാട്ടുകാർ. ചെക്കിയാട് പഞ്ചായത്തിൽ കോവിഡ് മരണം 6ആയി. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന കുറുവന്തേരി സ്വദേശി വലിയ പറമ്പത്ത് അഹമ്മദ് ഹാജി മരിച്ചു. കോവിഡ് വ്യാപനത്തിനിടയിൽ ചെക്കിയാട് പഞ്ചായത്തിൽ മരണം 6ആയി. കോവിഡ് ബാധിച്ച് ചികിത്സയിലായിരുന്ന കുറുവന്തേരി സ്വദേശി മരിച്ചു. മഞ്ഞപ്പള്ളി വലിയ പറമ്പത്ത് അഹമ്മദ് ഹാജിയാണ് മരിച്ചത്. ഇന്ന് പുലർച്ചെ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു മരണം. മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കാനുള്ള നടപടികൾ തുടങ്ങി. ഭാര്യ മറിയം നാട്ടിലെത്തിച്ച് ഖബറടക്കും. കുറുവന്തേരി മഞ്ഞപ്പള്ളി പ്രദേശത്തുകാർ സ്നേഹപൂർവ്വം ഇക്കാക്ക എന്ന് വിളിക്കുന്ന അഹമ്മദ് ഹാജിയുടെ മരണം നാടിന് നൊമ്പരമായി. അവസാന മണിക്കൂറിലും സ്ഥാനാർത്ഥി നിർണയ തർക്കം പരിഹരിക്കാൻ കഴിഞ്ഞില്ല. വളയത്ത് കോൺഗ്രസ് പ്രവർത്തകർ ചേരിതിരിഞ്ഞ് സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചു. സ്ഥാനാർത്ഥി നിർണയ തർക്കം പരിഹരിക്കാൻ അവസാന മണിക്കൂറിലും നേതൃത്വത്തിന് കഴിഞ്ഞില്ല. വളയം 1ാം വാർഡിൽ കോൺഗ്രസ് പ്രവർത്തകർ ചേരിതിരിഞ്ഞ് സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചു. വൻ ഭൂരിപക്ഷത്തിൽ UDF സ്ഥാനാർത്ഥികൾ ജയിച്ചു വരുന്ന വാർഡിലാണ് നേതൃത്വത്തെ വെല്ലുവിളിച്ച് ഒരു വിഭാഗം മുന്നോട്ട് വന്നത്. പ്രാദേശിക കോൺഗ്രസ് നേതാവായിരുന്ന അന്തരിച്ച തറയക്കണ്ടി കുഞ്ഞിരാമന്റെ മരുമകളെ സ്ഥാനാർത്ഥിയാക്കാനാണ് കോൺഗ്രസ് നേതൃത്വം തീരുമാനിച്ചത്. ഇതിനെതിരെയാണ് പ്രാദേശിക കോൺഗ്രസ് നേതാവ് PP രവീന്ദ്രന്റെ മകളെ മത്സരിപ്പിക്കണമെന്ന ആവശ്യവുമായി ഒരു വിഭാഗം രംഗത്ത് വന്നത്. സംഭവം വിവാദമായപ്പോൾ തീരുമാനം ഉണ്ടാക്കാൻ DCC നേതൃത്വത്തിന് വിട്ടെങ്കിലും പത്രിക സമർപ്പിക്കാനുള്ള അവസാന നാളെത്തിയിട്ടും സംയമനം ഉണ്ടാക്കാൻ നേതൃത്വത്തിന് കഴിഞ്ഞിട്ടില്ല. ഇന്നലെ രാത്രി ചേർന്ന പ്രാദേശിക കോൺഗ്രസ് പ്രവർത്തകരുടെ യോഗത്തിൽ 60ഓളം പേർ പങ്കെടുത്ത് രവീന്ദ്രന്റെ മകൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ നാദാപുരം ഗ്രാമപഞ്ചായത്തിൽ UDF ചരിത്ര വിജയം നേടുമെന്ന് കോൺഗ്രസ് നാദാപുരം മണ്ഡലം കൺവെൻഷൻ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ നാദാപുരം ഗ്രാമപഞ്ചായത്തിൽ UDF ചരിത്ര വിജയം നേടുമെന്ന് കോൺഗ്രസ് നാദാപുരം മണ്ഡലം കൺവെൻഷൻ പ്രഖ്യാപിച്ചു. കാലാവധി കഴിഞ്ഞ കോൺഗ്രസ് ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർക്ക് ചടങ്ങിൽ അനുമോദനവും നൽകി. കൺവെൻഷൻ DCC സെക്രട്ടറി അഡ്വക്കേറ്റ് പ്രമോദ് കക്കട്ടിൽ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് KM രഘുനാഥ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ CV കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ, അഡ്വക്കേറ്റ് A സജീവൻ, VK ബാലാമണി, ഡോക്ടർ ബാസിത്ത്, ഷാജു പുതിയോട്ടേൽ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ വെച്ച് നാദാപുരം ഗ്രാമപഞ്ചായത്ത് കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടിക KPCC എക്സിക്യൂട്ടീവ് മെമ്പർ CV കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ പ്രഖ്യാപിച്ചു. കാലിക്കറ്റ് ഡിഫൻഡന്റ് ആൻഡ് ട്രസ്റ്റ് കെയറിന്റെ നേതൃത്വത്തിൽ വാണിന്മേൽ പഞ്ചായത്തിലെ വിലങ്ങാട് അടുപ്പിൽ കോളനിയിലെ മുഴുവൻ കുട്ടികൾക്കും ദീപാവലിയുടെയും ശിശുദിനത്തിന്റെയും ഭാഗമായി പഠനക്കിറ്റ് വിതരണം ചെയ്തു. കോഴിക്കോട് ജില്ലയിലെ സൈനികരുടെയും വിമുക്ത ഭടന്മാരുടെയും കൂട്ടായ്മയായ കാലിക്കറ്റ് ഡിഫൻഡന്റ് ട്രസ്റ്റ് ആൻഡ് കെയറിന്റെ നേതൃത്വത്തിൽ വാണിന്മേൽ പഞ്ചായത്തിലെ വിലങ്ങാട് അടുപ്പിൽ കോളനിയിലെ മുഴുവൻ കുട്ടികൾക്കും ദീപാവലിയുടെയും ശിശുദിനത്തിന്റെയും ഭാഗമായി പഠനക്കിറ്റ് വിതരണം ചെയ്തു.
മഹേഷ് KP കുറ്റ്യാടി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പ്രജീഷ് P കടിയങ്ങാട് അധ്യക്ഷത വഹിച്ചു. വിഷ്ണു വാണിന്മേൽ, വിഷ്ണു കുറ്റ്യാടി എന്നിവർ പങ്കെടുത്തു. ഇതോടൊപ്പം യത്തീംഖാന പേരാമ്പ്ര, ഫ്രീ ബേർഡ് കോഴിക്കോട്, സുഹൃതം കാക്കൂർ, ആകാശപ്പറവകൾ, പെരുവയൽ എന്നിവിടങ്ങളിൽ ഒരു ദിവസത്തെ ഭക്ഷണവും മധുരപലഹാരങ്ങളും നൽകിക്കൊണ്ട് ശിശുദിനത്തിൽ കുട്ടികളുടെ സന്തോഷത്തിൽ കാലിക്കറ്റ് ഡിഫൻഡന്റ് പങ്കാളികളായി. ഗൃഹനാഥന്റെ വേർപാടിൽ പകച്ചുപോയ കുടുംബത്തിന് സ്വപ്നഭവനമൊരുക്കി കേരള മുസ്ലിം ജമാഅത്ത്. ഗൃഹനാഥന്റെ വേർപാടിൽ പകച്ചുപോയ കുടുംബത്തിന് സ്വപ്നഭവനമൊരുക്കി കേരള മുസ്ലിം ജമാഅത്ത്. SYS SSF വളയം നോർത്ത് യൂണിറ്റിന്റെ കാർമ്മികത്വത്തിലാണ് മർഹൂം വെമ്പറമ്പത്ത് കുഞ്ഞ മുഹമ്മദ് എന്നിവരുടെ കുടുംബത്തിന് വീട് നിർമ്മിച്ചു നൽകിയത്. ദാറുൽ ഖൈർ വീടിന്റെ താക്കോൽദാനം പ്രൗഢമായ ചടങ്ങിൽ നടന്നു. താക്കോൽദാനം മഹൽ ഗാളിയും ദാറുൽ ഖൈർ സമർപ്പണം SYS ജില്ലാ സെക്രട്ടറി മുനീർ സഖാഫിയും നിർവഹിച്ചു. ചടങ്ങിൽ V മൂസ ഹാജി, K സൂഫി ഹാജി, VP മമ്മു ഹാജി, BK മൂസ ഹാജി തുടങ്ങിയ പൗരപ്രമുഖരും സംഘടനാ പ്രവർത്തകരും പങ്കെടുത്തു. വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നില്ല. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സന്ദർശിക്കുക nadapuram.news.in. Gold Palace, Golden Diamonds, OP Complex, Main Road, Kalachi.